നമസ്കാരം. കേരള അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത് കോട്ട്പേ ആണ്. കോട്ട്പ എന്ന് പറഞ്ഞാൽ സിഗരറ്റ്സ് ആൻഡ് അതർ ടുബാക്കോ പ്രൊഡക്ട്സ് ആക്ട്. ഈ കോട്ട്പേയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതിന് മുമ്പ് പുകയിലയുമായി ബന്ധപ്പെട്ട ചില ജനറൽ ഫാക്ട്സ് നമുക്ക് നോക്കാം. പുകയിലയുമായി ബന്ധപ്പെട്ട ചില ജനറൽ ഫാക്ട്സ്. പുകയിലയുടെ ജന്മദേശം അമേരിക്കയാണ്. പുകയിലയുടെ ജന്മദേശം അമേരിക്ക. എന്നാൽ ഈ പുകയില ഇന്ത്യയിൽ കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ്. അപ്പോൾ ഇന്ത്യയിലെത്തിയ ആദ്യത്തെ യൂറോപ്യന്മാരാണ് ആര്? പോർച്ചുഗീസുകാർ. അവർ തന്നെയാണ് പപ്പായ, കശുവണ്ടി ഇതൊക്കെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ ഇന്ത്യയിൽ പുകയില ആദ്യം കൊണ്ടുവന്ന വിദേശികൾ ആരെന്ന് ചോദിച്ചാൽ ആരാണ്? പോർച്ചുഗീസുകാർ. ഇന്ത്യയിൽ ആദ്യത്തെ യൂറോപ്യൻകാരായിട്ടുള്ള പോർച്ചുഗീസുകാരാണ് പുകയില ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത്. ലോകത്തെ ഏറ്റവും കൂടുതൽ പുകയില കൃഷി ചെയ്യുന്ന രാജ്യം ചൈനയാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ പുകയില കൃഷി ചെയ്യുന്ന രാജ്യം. അപ്പോൾ പുകയിലയുടെ ജന്മദേശം, പുകയില ഉണ്ടായത് അമേരിക്കയിൽ, ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് പോർച്ചുഗീസുകാർ. ലോകത്തെ ഏറ്റവും കൂടുതൽ പുകയില കൃഷി ചെയ്യുന്ന രാജ്യം ചൈന. ആദ്യ പുകയില വിമുക്ത രാജ്യം ഭൂട്ടാനാണ്. ആദ്യ പുകയില വിമുക്ത രാജ്യം ഭൂട്ടാൻ. കേരളത്തിൽ പുകയില കൃഷി ചെയ്യുന്ന ജില്ല കാസർഗോഡ്. കേരളത്തിൽ കൃഷി ചെയ്യുന്നത് കാസർഗോഡാണ് നിയമവിധേയമായിട്ട് കൃഷി ചെയ്യുന്ന ജില്ല കാസർഗോഡ്. അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞത്? പുകയിലയുടെ ജന്മദേശം എവിടെയാണെന്ന് പറഞ്ഞു? അമേരിക്കയാണെന്ന് പറഞ്ഞു. ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണെന്ന് പറഞ്ഞു. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പുകയില ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ചൈനയാണെന്ന് പറഞ്ഞു. പുകയില വിമുക്തമായ ഈ ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ രാജ്യം ഭൂട്ടാനാണെന്ന് നമ്മൾ പഠിച്ചു. ഇനി പുകയിലയായി ഉപയോഗിക്കുന്ന ചെടി, പുകയില ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് ചെടിയിൽ നിന്നാണ്? നിക്കോട്ടിയാന. പുകയില ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ പുകയിലയായി ഉപയോഗിക്കുന്ന ചെടിയാണ് നിക്കോട്ടിയാന. അതിൽ അടങ്ങിയിരിക്കുന്ന വിഷപദാർത്ഥമാണ് നിക്കോട്ടിൻ. പുകയിലയിൽ അല്ലെങ്കിൽ ഈ ചെടിയിൽ, നിക്കോട്ടിയാന എന്ന ചെടിയിൽ അടങ്ങിയിരിക്കുന്ന വിഷപദാർത്ഥമാണ് നിക്കോട്ടിൻ. അതിലടങ്ങിയിരിക്കുന്ന വാതകം എന്ന് ചോദിച്ചാൽ കാർബൺ മോണോക്സൈഡ്. കാർബൺ ഡയോക്സൈഡ് അല്ല, കാർബൺ മോണോക്സൈഡ്. അപ്പോൾ പുകയിലയിലെ വിഷപദാർത്ഥം നിക്കോട്ടിൻ, അതിലടങ്ങിയിരിക്കുന്ന വാതകം കാർബൺ മോണോക്സൈഡ്. ഇനി നിക്കോട്ടിൻ എന്ന ചെടിയുടെ ശാസ്ത്രീയ നാമം എന്ത്? ചിലപ്പോൾ ചോദ്യം വരാം. നിക്കോട്ടിൻ പ്ലാന്റിൻ്റെ ശാസ്ത്രീയ നാമം, സയൻറ്റിഫിക് നെയിം എന്താണ്? നിക്കോട്ടിയാന ടബാക്കം. നിക്കോട്ടിയാന ടബാക്കം എന്നാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം. ഇനി നിക്കോട്ടിൻ എന്ന വിഷവസ്തു ഈ ചെടിയിൽ എവിടെയാണ് ഉണ്ടാവുന്നത്? വേരുകളിൽ. എന്നാൽ അത് സംഭരിച്ചു വെക്കുന്നത് എവിടെയാണ്? ഇലകളിൽ. അപ്പോൾ ഏറ്റവും അധികം ഇത് സംഭരിച്ചു വെക്കുന്നത് ഇലകളിലാണ്. അപ്പോൾ നിക്കോട്ടിൻ ഉണ്ടാകുന്നത് വേരുകളിൽ, അത് സംഭരിച്ചു വെക്കുന്നത് ഇലകളിലുമാണ്. അപ്പോൾ നിക്കോട്ടിൻ എന്ന ചെടിയിൽ നിന്നാണ് പുകയില ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു. അതിൻ്റെ ശാസ്ത്രീയ നാമം, ആ ചെടിയുടെ ശാസ്ത്രീയ നാമം എന്താണ്? നിക്കോട്ടിയാന ടബാക്കം. അതിലടങ്ങിയിരിക്കുന്ന വിഷവസ്തു നിക്കോട്ടിൻ, അതിലടങ്ങിയിരിക്കുന്ന വാതകം കാർബൺ മോണോക്സൈഡ്. ഇനി പുകയില ഉപയോഗം മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ. പുകയില ഉപയോഗിക്കുന്നവരെക്കാൾ അത് ബാധിക്കുന്നത്, അത് പുറത്തുവിടുന്ന ആ പുകയില ശ്വസിക്കുന്നവരിൽ അത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതുമൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ എന്തൊക്കെയാണ്? ക്യാൻസർ, ഹൃദ്രോഗം, വന്ധ്യത, വൃക്കത്തകരാർ. ഇതൊക്കെ പുകയില ഉപയോഗിക്കുന്നത് കൊണ്ടും അല്ലെങ്കിൽ ആ പുകയില നിന്ന് വരുന്ന പുക ശ്വസിക്കുന്നത് കൊണ്ടും ഉണ്ടാകുന്ന രോഗങ്ങളാണ്. അപ്പോൾ ക്യാൻസർ, ഹൃദ്രോഗം, വന്ധ്യത, വൃക്കത്തകരാർ ഇതൊക്കെയാണ് ഉണ്ടാകുന്നത്. ഇനി പുകവലി ഹൃദയതാളം തെറ്റിക്കുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണ് അരിൽമിയ. ചോദ്യം വരാം. താഴെ തന്നിരിക്കുന്ന രോഗങ്ങളിൽ പുകവലി ഹൃദയതാളം തെറ്റിക്കുന്നത് മൂലമുണ്ടാകുന്ന രോഗം ഏത്? അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കണം, അല്ലെങ്കിൽ റെക്കഗ്നൈസ് ചെയ്യണം. അരിൽമിയ ആണെന്ന് നമ്മൾ തിരിച്ചറിയണം. പുകയില കേടുവരാതിരിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് ഫോർമാൽഡിഹൈഡ്. അതായത് മൃതശരീരമൊക്കെ കേടുവരാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫോർമാൽഡിഹൈഡ് തന്നെയാണ് പുകയില കേടുവരാതിരിക്കാൻ ഉപയോഗിക്കുന്നതും. അപ്പോൾ പുകയില കേടുവരാതിരിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് ഫോർമാൽഡിഹൈഡ്. സിഗരറ്റിൽ എരിയുന്ന ഭാഗത്തിലെ താപം. നമ്മളൊരു സിഗരറ്റ് കത്തിച്ചാൽ വളരെ നിസ്സാരമായിട്ട് തോന്നും, പക്ഷേ ആ എരിയുന്ന ഭാഗത്തെ താപം എത്രയാണ്? 900 ഡിഗ്രി സെൽഷ്യസ്. 900 ഡിഗ്രി സെൽഷ്യസ് ആണ് സിഗരറ്റിൽ എരിയുന്ന ഭാഗത്തിലെ താപം. അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? പുകയിലുമായി ബന്ധപ്പെട്ട ഒരുപാട് ഫാക്ട്സുകൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ പുകയില ഉണ്ടാക്കുന്ന ചെടി നിക്കോട്ടിയാന ആണ്. അതിലടങ്ങിയിരിക്കുന്ന വിഷവസ്തുവാണ് നിക്കോട്ടിൻ. അതിലടങ്ങിയിരിക്കുന്ന വാതകമാണ് കാർബൺ മോണോക്സൈഡ്. ഇനി അതിൻ്റെ ശാസ്ത്രീയ നാമമാണ്
നിക്കോട്ടിയാന ടബാക്കോ, നിക്കോട്ടിയാന ടബാക്കോ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ടബാക്കം, നിക്കോട്ടിയാന ടബാക്കം എന്ന് പറയുന്നത്. പുകയില ഉപയോഗം മൂലമുണ്ടാകുന്ന രോഗം, പ്രധാനമായിട്ടും പുകവലി ഹൃദയതാളം തെറ്റിക്കുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണ് അരിൽമിയ. ഇനി അടുത്ത് പറയാൻ പോകുന്നത് പുകയിലയുമായി ബന്ധപ്പെട്ട ചില ദിവസങ്ങളാണ്, പ്രധാനപ്പെട്ട ചില ഡേറ്റുകൾ, ചില സംഘടനകൾ. ഇതാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. ലോക പുകയില വിരുദ്ധ ദിനം മെയ് 31. ലോക പുകയില വിരുദ്ധ ദിനം മെയ് 31. ഇത് ആചരിച്ച് തുടങ്ങിയത് 1987 വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO ആണ് ആദ്യമായിട്ട് പുകയില വിരുദ്ധ ദിനം ആചരിക്കാൻ തുടങ്ങിയത്. അപ്പോൾ മെയ് 31 ലോക പുകയില വിരുദ്ധ ദിനം. ആ ഒരു ദിനം ആചരിക്കാൻ തുടങ്ങിയത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഏത് വർഷം മുതലാണ്? 1987 മുതൽ. ഇനി അതിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? അതായത് ഈ ലക്ഷ്യം എന്ന് പറയുന്നത് പുകയില നിരോധിക്കുക എന്നുള്ളത്. ഇനി അതിൻ്റെ പുകയില്ലാത്ത 21ാം നൂറ്റാണ്ട് എന്ന് പറയുന്നത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമായിരുന്നു. പുകയില്ലാത്ത 21ാം നൂറ്റാണ്ട് എന്നുള്ളത് ഏത് സംഘടനയുടെ ലക്ഷ്യമായിരുന്നു? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ. ഇനി പുകയില വിരുദ്ധ ദിനത്തിൻ്റെ പ്രതീകമായിട്ട് പറയുന്നത് ഏതാണ്? എന്തായിരുന്നു അതിൻ്റെ പ്രതീകം? ആഷ് ട്രേസ് വിത്ത് ഫ്രഷ് ഫ്ലവേഴ്സ്. ആഷ് ട്രേ എന്ന് പറഞ്ഞാൽ പുകയിലയിൽ നിന്നുണ്ടാവുന്ന ചാരം. ആ ഒരു ചാരം വയ്ക്കുന്ന ട്രേ, അത് എന്തിനാൽ നിറയ്ക്കുക? ഫ്രഷ് ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പൂക്കളെ കൊണ്ട് നിറയ്ക്കുക. ആഷ് ട്രേസ് വിത്ത് ഫ്രഷ് ഫ്ലവേഴ്സ്, അതാണ് ഇതിൻ്റെ പ്രതീകം, ലോക പുകയില വിരുദ്ധ ദിനത്തിൻ്റെ പ്രതീകം. ഇനി പുകവലി വിരുദ്ധ ദിനം ഏതാണ്? നേരത്തെ പറഞ്ഞത് പുകയില വിരുദ്ധ ദിനമാണ്, ലോക പുകയില വിരുദ്ധ ദിനം. ഇത് പുകവലി വിരുദ്ധ ദിനം, രണ്ടും തെറ്റരുത്. പുകയിലയും പുകവലിയും. പുകയില വിരുദ്ധ ദിനം മെയ് 31, പുകവലി വിരുദ്ധ ദിനം മാർച്ച് മാസത്തിലെ 2ാമത്തെ ബുധനാഴ്ച. മാർച്ച് മാസത്തിലെ 2ാമത്തെ ബുധനാഴ്ചയാണ് പുകവലി വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ നമ്മൾ 2022 പുകവലി വിരുദ്ധ ദിനം ഏതാണെന്ന് ചോദിച്ചാൽ മാർച്ച് മാസത്തിലെ 2ാമത്തെ ബുധനാഴ്ച, ചിലപ്പോൾ ഡേറ്റ് തരാം. അപ്പോൾ നമ്മൾ ഓർത്ത് വെക്കേണ്ടതാണ്. ഏതാണ് ഡേറ്റ് എന്ന് വേണമെങ്കിൽ തരാം. മാർച്ച് മാസത്തിലെ 2ാമത്തെ ബുധനാഴ്ച ഏതാണ് ഡേറ്റ് എന്നുണ്ടെങ്കിൽ അതും കൂടെ നമ്മൾ ഓരോ വർഷത്തെയും നോക്കി വെക്കണം. അപ്പോൾ മാർച്ച് മാസത്തിലെ 2ാമത്തെ ബുധനാഴ്ചയാണ് പുകവലി വിരുദ്ധ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. നമുക്ക് കോട്ട്പാ നിയമത്തിലേക്ക് പോകാം. കോട്ട്പാ എന്ന് പറഞ്ഞാൽ എന്താണ്? സിഗരറ്റ് ആൻഡ് അതർ ടുബാക്കോ പ്രൊഡക്ട്സ് ആക്ട്. സിഗരറ്റ് ആൻഡ് അതർ ടുബാക്കോ പ്രൊഡക്ട്സ് ആക്ട്. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചത് ചില ജനറൽ ഫാക്ട്സ് ആണ് പുകയിലുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. പുകയില ഉൽപ്പാദിപ്പിക്കുന്ന ചെടി ഏതാണെന്ന് പറഞ്ഞു? നിക്കോട്ടിയാന. ഇനി പുകയില ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കേരളത്തിലാണെങ്കിൽ എവിടെയാണ്? കാസർഗോഡാണ് പുകയില കൃഷി ചെയ്യുന്നത്. അതുപോലെ ലോക പുകയില വിരുദ്ധ ദിനമായിട്ടുള്ളത് മെയ് 31. ലോക പുകയില വിരുദ്ധ ദിനത്തിൻ്റെ പ്രതീകമായിട്ട് പറഞ്ഞത് ആഷ് ട്രീസ് വിത്ത് ഫ്രഷ് ഫ്ലവേഴ്സ്. ഇങ്ങനെ ഒരുപാട് ഫാക്ട്സുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി എന്താണ് കോട്ട്പാ എന്ന് പറഞ്ഞാൽ? സിഗരറ്റ്, പുകയില ഉൽപ്പന്നങ്ങൾ എന്നിവ പരസ്യം ചെയ്യാൻ പാടില്ലെന്നും അവ വഴിയോരങ്ങളിൽ വിൽപ്പന നടത്താൻ പാടില്ലെന്നും എവിടെയൊക്കെ വിൽപ്പന നടത്താമെന്നും എങ്ങനെ കടകളിൽ എത്തിക്കാമെന്നുമുള്ള വസ്തുതകളെക്കുറിച്ചുള്ള സമഗ്രമായ വിവരം നൽകുന്ന നിയമമാണ് കോട്ട്പാ. കോട്ട്പാ എന്ന് പറഞ്ഞാൽ എന്താണ്? സിഗരറ്റ്, പുകയില ഉൽപ്പന്നങ്ങൾ എന്നിവ പരസ്യം ചെയ്യാൻ പാടില്ല, വഴിയോരങ്ങളിൽ വിൽപ്പന നടത്താൻ പാടില്ല. ഇനി വിൽപ്പന നടത്താൻ സാധിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്, എങ്ങനെ അവ കടകളിൽ എത്തിക്കാൻ പറ്റും എന്നിവയെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്ന നിയമമാണ് കോട്ട്പാ ആക്ട്. എന്ന് പറഞ്ഞാൽ എന്താണ്? സിഗരറ്റ്സ് ആൻഡ് അതർ ടുബാക്കോ പ്രൊഡക്റ്റ് ആക്ട്. ഇനി ഈ നിയമം പാസ്സാക്കിയത് ഇന്ത്യൻ പാർലമെൻറ്റിലെ നിയമം പാസ്സായ വർഷം 2003 മെയ് 18. പാസ്സാക്കിയ വർഷം 2003 മെയ് 18 ഈ ഒരു നിയമം പാസ്സാക്കിയത്. പൊതുസ്ഥലങ്ങളിലെ പുകയില നിരോധിക്കാൻ അടിസ്ഥാനമായ ഭരണഘടനയിലെ വകുപ്പ് ആർട്ടിക്കിൾ 21. ഈ പൊതുസ്ഥലങ്ങളിലെ പുകയില ചില ആർട്ടിക്കിൾ കൂടെ നമ്മൾ ഇന്ത്യയിലെ ഓരോ നിയമത്തുമായി ബന്ധപ്പെട്ടുള്ള ഫാക്ട്സുകൾ ഏതിലുണ്ടായിരിക്കും? ഭരണഘടനയിലുണ്ടായിരിക്കും. പൊതുസ്ഥലങ്ങളിലെ പുകയില നിരോധിക്കാൻ അടിസ്ഥാനമായ ഭരണഘടനയിലെ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 21. ആർട്ടിക്കിൾ 21 പൊതുസ്ഥലങ്ങളിൽ പുകയില നിരോധിക്കാൻ പറയുന്ന വകുപ്പ്, ഭരണഘടനാ വകുപ്പ്.
ഇനി ആദ്യമായിട്ട് പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധിച്ച ഇന്ത്യയിലെ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ കേരളമാണ് ആദ്യമായിട്ട് പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധിക്കാൻ നടപടിയെടുത്തത്. അതായത് പൊതുസ്ഥലങ്ങളിൽ, ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനുകളിൽ, ഹോസ്പിറ്റലുകളിലൊക്കെ പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധിച്ചു. അതിനുള്ള ഏരിയ ഉണ്ടായിരിക്കും, സ്മോക്കിംഗ് ഏരിയ ഉണ്ടായിരിക്കും. അവിടെ ഒഴികെ ബാക്കിയുള്ളിടത്ത് പുകവലി നടത്തിക്കഴിഞ്ഞാൽ അതിന് ഫൈൻ ഈടാക്കും, ശിക്ഷാർഹമാണ് എന്നുള്ളത് പലയിടത്തും സ്റ്റിക്ക് ചെയ്യും, പരസ്യ രൂപത്തിൽ അത് സ്റ്റിക്ക് ചെയ്യുകയൊക്കെ ചെയ്തത് ഏത് സംസ്ഥാനമാണ്? കേരളം. ഇനി പുകയിലയും മറ്റ് ലഹരി വസ്തുക്കളും ശരീരത്തിന് ഹാനികരമായ പദാർത്ഥങ്ങൾ എന്നിവ നിരോധിക്കാൻ സംസ്ഥാനങ്ങൾ നിർദ്ദേശിക്കണമെന്ന് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ വകുപ്പ് ആർട്ടിക്കിൾ 47. പുകയിലയും മറ്റ് ലഹരി വസ്തുക്കളും ശരീരത്തിന് ഹാനികരമായ പദാർത്ഥങ്ങൾ എന്നിവ നിരോധിക്കാൻ സംസ്ഥാനങ്ങൾ നിർദ്ദേശിക്കണമെന്ന് പ്രതിപാദിക്കുന്ന, സംസ്ഥാനങ്ങളാണ് അതിന് മുൻകൈ എടുക്കേണ്ടത് എന്ന് നിർദ്ദേശിക്കുന്ന ഭരണഘടനയിലെ വകുപ്പാണ് ആർട്ടിക്കിൾ 47. ആർട്ടിക്കിൾ 47 അതിനെക്കുറിച്ച് പറയുന്നത്. ഇനി കേരള ഹൈക്കോടതി പൊതുസ്ഥലത്തെ പുകവലി നിരോധിച്ചുകൊണ്ട് ഉത്തരവിറക്കിയ വർഷം 1999 ജൂലൈ 12. 1999 ജൂലൈ 12 കേരള ഹൈക്കോടതി പൊതുസ്ഥലത്തെ പുകവലി നിരോധിച്ചുകൊണ്ട് ഉത്തരവിറക്കിയത്. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു, ഇന്ത്യയിൽ ഏത് സംസ്ഥാനമാണ് പുകവലി ആദ്യമായിട്ട് നിരോധിച്ചത് പൊതുസ്ഥലങ്ങളിൽ? കേരളം. അപ്പോൾ കേരള ഹൈക്കോടതി അങ്ങനെ ഒരു ഉത്തരവിറക്കിയ വർഷം 1999 ജൂലൈ 12. പൊതുസ്ഥലത്തെ പുകവലി നിരോധിച്ചുകൊണ്ട് വിധി പറഞ്ഞ ന്യായാധിപൻ ആരാണ്? ഇത് നിരോധിച്ചുകൊണ്ട് വിധി പുറപ്പെടുവിച്ചത് ആരാണ്? ജസ്റ്റിസ് കെ നാരായണക്കുറുപ്പാണ് ഇതിനുള്ളൊരു പ്രഖ്യാപനം അല്ലെങ്കിൽ വിധി പ്രഖ്യാപിച്ചത്. ഇനി ലോകാരോഗ്യ സംഘടനയുടെ 39ാമത് ലോകാരോഗ്യ അസംബ്ലി നടന്ന വർഷം 1986 മെയ് 15. ലോകാരോഗ്യ സംഘടനയുടെ 43ാമത് ലോകാരോഗ്യ അസംബ്ലി നടന്നത് 1900 മെയ് 17. 43ാമത്. ഇന്ത്യയിൽ കോട്ട്പാ നിയമം നടപ്പിലാക്കാൻ വഴിയൊരുക്കിയ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ സമ്മേളനമാണ് 43ാമത് വേൾഡ് ഹെൽത്ത് അസംബ്ലി. എന്താണിത് പറയാൻ കാരണം? അതായത് ലോകാരോഗ്യ സംഘടനയുടെ കീഴിൽ, അതായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ കീഴിൽ ലോകാരോഗ്യ അസംബ്ലി നടത്താറുണ്ട്. അതായത് ഏതൊക്കെ ഉൽപ്പന്നങ്ങൾ മനുഷ്യന് ഹാനികരമാണ്, ഏതൊക്കെ നല്ലതാണ്, ഏതൊക്കെയാണ് നിയന്ത്രിക്കേണ്ടത്, ഏതൊക്കെയാണ് പൂർണ്ണമായിട്ടും നിയമം മൂലം തടയേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യാൻ ലോകാരോഗ്യ സംഘടന ലോകാരോഗ്യ അസംബ്ലി നടത്താറുണ്ട്. അതിൽ 39ാമത്തെ നടത്തിയത് 1986 മെയ് 15. 43ാമത്തെ നടത്തിയത് മെയ് 17. 1990 മെയ് 17. ഈ ഒരു അസംബ്ലിയിലാണ് കോട്ട്പാ നിയമം നടപ്പിലാക്കാൻ വഴിയൊരുങ്ങിയത്. അപ്പോൾ ഈ ഒരു സമ്മേളനം, ഏത് സമ്മേളനമാണ് ഇന്ത്യയിൽ കോട്ട്പാ നിയമം നടപ്പിലാക്കാൻ വഴിയൊരുക്കിയത് എന്ന് ചോദിച്ചാൽ ഏതാണ്? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ 43ാമത് വേൾഡ് ഹെൽത്ത് അസംബ്ലി. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ 43ാമത് വേൾഡ് ഹെൽത്ത് അസംബ്ലിയാണ് കോട്ട്പാ നിയമം നടപ്പിലാക്കാൻ വഴിയൊരുക്കിയത്. പുകയില രഹിത നിയമങ്ങൾ ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്നത് 2008 ഒക്ടോബർ 2. ഇന്ത്യയിൽ ഇത് നിലവിൽ വരുന്നത്, പുകയില രഹിത നിയമങ്ങൾ ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്നത് 2008 ഒക്ടോബർ 2. അതിൻ്റെ ഭാഗമായിട്ട് ദേശീയ പുകയില നിയന്ത്രണ പ്രോഗ്രാം ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തു. നാഷണൽ ടുബാക്കോ കൺട്രോൾ പ്രോഗ്രാം, അതാണ് NTCP. അത് ഏത് 5 ഇയർ പ്ലാനിലാണ് അങ്ങനെ ഒരു തീരുമാനമെടുത്തതെന്ന് ചോദിക്കാം. 11ാമത് 5 ഇയർ പ്ലാൻസിൽ അത് ഇതിന് ഉള്ള നടപടിയെടുത്തത് ദേശീയ പുകയില നിയന്ത്രണ പ്രോഗ്രാം. അപ്പോൾ 43ാമത് വേൾഡ് ഹെൽത്ത് അസംബ്ലിയുടെ ശേഷമാണ് ഇന്ത്യയിൽ വരുന്നത്? കോട്ട്പാ നിയമം നിലവിൽ വരുന്നത്. അപ്പോൾ കോട്ട്പാ നിയമത്തിൻ്റെ ലക്ഷ്യം എന്താ? എന്തൊക്കെ പുകയിലകൾ നിയന്ത്രിക്കണം, ഏതൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യരുത്, എവിടെയൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം എന്നതിനെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്ന നിയമമാണ് ഇത് കോട്ട്പാ എന്ന് വെച്ചാൽ സിഗരറ്റ് ആൻഡ് അതർ ടുബാക്കോ പ്രൊഡക്ട്സ് ആക്ട്. ഇനി പുകയില രഹിത രാജ്യങ്ങൾ. ആദ്യമായിട്ട് പുകയില നിരോധിച്ചത് ഭൂട്ടാനാണെന്ന് പറഞ്ഞു. അതുകൂടാതെ പല രാജ്യങ്ങളിലും പുകയില നിരോധിച്ചു. ഈജിപ്റ്റ്, UK, ഫ്രാൻസ്, ഹോങ്കോങ്, അയർലൻഡ്, സ്കോട്ട്ലൻഡ്, ഇവിടെയൊക്കെയാണ് പുകയില നിരോധിച്ചത്. ഇനി കോട്ട്പാ നിയമം ബാധകമായ ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണ്?
ചില ഉൽപ്പന്നങ്ങൾക്ക് ഈ കോട്ട്പ നിയമം ബാധകമായിരുന്നു. അത് ഏതൊക്കെയാണ്? എല്ലാ ഉൽപ്പന്നങ്ങൾക്കും അല്ല, ചില നിയമങ്ങളാണ്, ചില ഉൽപ്പന്നങ്ങൾക്കാണ്, പുകയിലയുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങൾക്കാണ് ഇത് ബാധകമായത്. സിഗരറ്റ്, അതുപോലെ തന്നെ സിഗാർ, ചുരുട്ട്, ബീഡി, ഗുഡ്ക എന്ന് പറഞ്ഞാൽ ച്യൂയിങ് ടുബാക്കോ, അടക്കയിൽ നിന്നുണ്ടാക്കുന്ന ഒരു തരം ടുബാക്കോ ആണ് ഏത് ഗുഡ്ക എന്ന് പറയുന്നത്. അത് ചെയ്യുക, ചവച്ചുകൊണ്ടാണ് അത് ഉപയോഗിക്കുക. ച്യൂവിങ് ടുബാക്കോ ആണ്, അടക്കയിൽ നിന്നാണ് അത് ഉണ്ടാക്കുന്നത്. പിന്നെ പാൻ മസാല, അത് കേട്ടിട്ടുണ്ടാവും, പാൻ മസാല. പിന്നെ ഖൈനി ചുണ്ണാമ്പടങ്ങിയ ച്യൂവിങ് ടൊബാക്കോയാണ് ഖൈനി എന്ന് പറയുന്നത്. അടുത്തത് മിസ്രി, സ്മോക്ക്ലെസ് ടുബാക്കോയാണ്, ബേക്ക് ചെയ്തെടുക്കുന്ന, അതായത് ടുബാക്കോ ബേക്ക് ചെയ്തെടുക്കുന്നതാണ് മിസ്രി. അത് സ്മോക്ക്ലെസ് ടുബാക്കോ ആണ്. എന്ത് വരില്ല, അതിൽ നിന്നും പുക വരില്ല, സ്മോക്ക്ലെസ് ടുബാക്കോ ആണ്. ഇനി മാവ എന്ന് പറയുന്നത് ചെറുനാരങ്ങ, പുകയില, ചുണ്ണാമ്പ്, ഇതൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് മാവ. ഇങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾക്കാണ് ഏത് ബാധകം? കോട്ട്പ നിയമം ബാധകമായിട്ടുള്ളത്, അതായത് നിയന്ത്രണങ്ങൾ ബാധകമായിട്ടുള്ളത്. ഏതൊക്കെയാണ്? സിഗരറ്റ്, സിഗാർ, ചുരുട്ട്, ബീഡി, ഹുഡ്ക, പാൻ മസാല, ഖൈനി, മിശ്രി, മാവ, ഇതൊക്കെ. ഇനി പൊതുസ്ഥലത്തെ പുകയില നിരോധിക്കുന്ന സെക്ഷൻ ഏതാണ്? അതിനെക്കുറിച്ചൊക്കെ പറയുന്നതാണ് കോട്ട്പയിലെ സെക്ഷൻ 4. പൊതുസ്ഥലത്തെ പുകയില നിരോധിക്കുന്ന സെക്ഷൻ, ഇതിനെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്ന സെക്ഷനാണ് കോട്ട്പയിലെ സെക്ഷൻ 4. നിയമം ലംഘിച്ചാൽ എന്താണ് പിഴ? 200 രൂപ. അതിനെക്കുറിച്ച് ഏതിൽ പറയുന്നുണ്ട്? സെക്ഷൻ 4 പറയുന്നുണ്ട്. നിയമം ലംഘിച്ചാലുള്ള പിഴ എത്രയാണ്? 200 രൂപ. ഇനി സെക്ഷൻ 4 തെറ്റിച്ചാൽ ശിക്ഷ പ്രഖ്യാപിക്കുന്നത് വേറൊരു സെക്ഷനാണ്. അപ്പോൾ 200 രൂപ പിഴയാണെന്ന് പറഞ്ഞു, പക്ഷെ ആ പിഴ ചുമത്തുന്നത് അല്ലെങ്കിൽ പ്രഖ്യാപിക്കുന്നത് വേറൊരു സെക്ഷനാണ്. സെക്ഷൻ 21 സെക്ഷൻ 4 തെറ്റിച്ചാൽ, അതായത് പൊതുസ്ഥലത്ത് പുകവലിച്ചാൽ ശിക്ഷ നൽകുക. ആ ശിക്ഷ എന്തായിരിക്കണമെന്ന് പറഞ്ഞു. ഏതാ? 200 രൂപയാണ് പിഴ എന്ന് പറഞ്ഞു. അത് തെറ്റിച്ചാൽ, അതായത് പൊതുസ്ഥലത്ത് പുകവലി നിരോധിക്കുന്ന ഏരിയ ഉണ്ട്, ആ ഏരിയയിൽ അത് തെറ്റിച്ചാൽ അതിന് ശിക്ഷ പ്രഖ്യാപിക്കുന്നത് സെക്ഷൻ 21 ആണ്. ഇനി കോട്ട്പ നിയമത്തിന് കീഴിലുള്ള കുറ്റകൃത്യങ്ങൾ വിചാരണ ഒഴിവാക്കാവുന്നതും ഒത്തുതീർപ്പിന് സാധ്യതയുള്ളതുമാണ്. ഇനി കോട്ട്പ നിയമം അത്ര കണ്ട് സീരിയസ് അല്ലാന്ന് ഇത് കേട്ടാൽ നമുക്ക് തോന്നും. കാരണം എന്താ? ഇത് വിചാരണ ഒഴിവാക്കാവുന്നതാണ്. ഇങ്ങനെ ഒരാൾ പുകവലി വലിച്ചു കഴിഞ്ഞാൽ വിചാരണയ്ക്കുള്ള സാധ്യതകളൊക്കെ കുറവാണ്. മാത്രമല്ല ഒത്തുതീർപ്പിന് സാധ്യതയുള്ളതാണ്. ഒത്തുതീർപ്പ് വലിയൊരു കേസായിട്ട് അത് മാറില്ല. പകരം ഫൈനാണ്, 200 രൂപ ഫൈനൊക്കെയാണ് ഈടാക്കുക. അപ്പോൾ വിചാരണ ഒഴിവാക്കാവുന്നതും ഒത്തുതീർപ്പിന് സാധ്യതയുള്ളതുമാണ് ഏത്? കോട്ട്പ നിയമം. കോട്ട്പ നിയമത്തിന് കീഴിലുള്ള കുറ്റകൃത്യങ്ങൾ. ഇനി സെക്ഷൻ 4 ആണ് ഇതുവരെ പറഞ്ഞത്, അതായത് പരസ്യമായിട്ടുള്ള പുകവലിയെക്കുറിച്ച്. ഇനി സെക്ഷൻ 5, കോട്ട്പയിലെ സെക്ഷൻ 5, പുകയില ഉൽപ്പന്നങ്ങൾ, സിഗരറ്റ് എന്നിവയുടെ പരസ്യ നിരോധനം. സിഗരറ്റുകളുടെയോ മറ്റു പുകയില ഉൽപ്പന്നങ്ങളുടെയോ ഉപയോഗം നിർദ്ദേശിക്കുന്ന പരസ്യങ്ങൾ ഒരു മാധ്യമത്തിലൂടെ നൽകാൻ പാടില്ല. ഇവയുമായി ബന്ധപ്പെട്ട പരസ്യമടങ്ങുന്ന ലഘുലേഖകൾ വിതരണം ചെയ്യാൻ പാടില്ല. ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നതാണ് ഇത് സെക്ഷൻ 5. പരസ്യ നിരോധനത്തെക്കുറിച്ച്, പുകയില ഉൽപ്പന്നങ്ങൾ, സിഗരറ്റ് എന്നിവയെക്കുറിച്ച് പരസ്യം ചെയ്യുക, അവയുടെ ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ ഉപയോഗം ഇങ്ങനെയാണെന്ന് നിർദ്ദേശിക്കുന്ന പരസ്യങ്ങൾ മാധ്യമത്തിലൂടെയൊക്കെ നൽകുക. ഇവയുമായി ബന്ധപ്പെട്ട, ഈ പുകയില ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ട ലഘുലേഖകൾ വിതരണം ചെയ്യുക, പരസ്യമടങ്ങുന്ന ലഘുലേഖകൾ വിതരണം ചെയ്യുക, ഇതൊക്കെ കുറ്റകരമാണെന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 5. ചിലപ്പോൾ ചോദ്യം വരാം, താഴെ തന്ന പ്രസ്താവനകളിൽ സെക്ഷൻ 5മായി ബന്ധപ്പെട്ടത് ഏത്? സെക്ഷൻ 5മായി ബന്ധപ്പെട്ട പ്രസ്താവന, ശരിയായ പ്രസ്താവന ഏത്? അപ്പോൾ ഈ പ്രസ്താവനകൾ അറിഞ്ഞാലാണ് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് കണ്ടാൽ ശരിയാണോ തെറ്റാണോ എന്നൊക്കെ തിരിച്ചറിയാൻ പറ്റും. ഇനി സെക്ഷൻ 5 പറയുന്ന മറ്റൊരു പ്രൊവിഷൻ എന്ന് പറയുന്നത്, പുകയില ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന വീഡിയോ, ഫിലിം ടേപ്പ് എന്നിവ വിൽപ്പന തടഞ്ഞിരിക്കുന്നു. ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന വീഡിയോയോ ഫിലിം ടേപ്പോ ഒന്നും വിതരണം ചെയ്യാൻ പാടില്ല. സിഗരറ്റിൻ്റെയോ മറ്റ് പുകയില ഉൽപ്പന്നത്തിൻ്റെയോ ഏതെങ്കിലും വ്യാപാരമുദ്രയോ ബ്രാൻഡ് നെയിമോ ഒരു സ്പോൺസർഷിപ്പ്, സമ്മാനം അല്ലെങ്കിൽ സ്കോളർഷിപ്പായോ നൽകാൻ പാടില്ല. ഈ ഉൽപ്പന്നങ്ങളുടെ
വ്യാപാരമുദ്രയോ ബ്രാൻഡ് നെയിമോ സ്പോൺസർഷിപ്പ് സമ്മാനം അല്ലെങ്കിൽ സ്കോളർഷിപ്പായോ ഒന്നും നൽകാൻ പാടില്ല. ഇതൊക്കെ പറയുന്നത് ഇതിലാണ് സെക്ഷൻ 5. കോഡ് പാസ് സെക്ഷൻ 22 സെക്ഷൻ 22 പറയുന്നത് വകുപ്പ് 5 പ്രകാരം ലംഘനം നടത്തുമ്പോൾ ലഭിക്കുന്ന ശിക്ഷ. സെക്ഷൻ 5 പറയുന്നത് എന്താ, പുകയില ഉൽപ്പന്നങ്ങൾ, സിഗരറ്റ് എന്നിവയുടെ പരസ്യം നടത്താൻ പാടില്ലെന്നാണ് 5 പറയുന്നത്. അത് പ്രകാരം ആരെങ്കിലും പരസ്യം നൽകിയാൽ അതിന് ശിക്ഷ നൽകുന്ന സെക്ഷനാണ് സെക്ഷൻ 22. 22 അതിന് ശിക്ഷ നൽകുന്നത്. എന്താണ് ശിക്ഷ? 2 വർഷം ആദ്യം ചെയ്തു കഴിഞ്ഞാൽ, ഈ പരസ്യം നൽകിക്കഴിഞ്ഞാൽ ആദ്യം ശിക്ഷ എന്താണ്? 2 വർഷം വരെ തടവ്, 1000 രൂപ പിഴ, അല്ലെങ്കിൽ ഇവ രണ്ടും. രണ്ടാമതും ഈ തെറ്റ് ആവർത്തിച്ചാൽ, പരസ്യങ്ങൾ നടത്തിയാൽ, പരസ്യപ്രചരണം നടത്തിയാൽ, രണ്ടാമതും ചെയ്താലോ, ആദ്യം ചെയ്താലാണ് പറഞ്ഞത് 2 വർഷം തടവും 1000 രൂപ പിഴയും, അല്ലെങ്കിൽ ഇവ രണ്ടും. വീണ്ടും തുടർന്നാൽ 5 വർഷം വരെ തടവ്, പിഴ 5000 രൂപ. 5 വർഷം തടവ്, പിഴ 5000 രൂപ. ഇനി സെക്ഷൻ 6, 5 കഴിഞ്ഞാൽ സെക്ഷൻ 6, കോഡ്പ സെക്ഷൻ 6. ഈ 6 പറയുന്നത് 18 വയസ്സിന് താഴെ പ്രായമുള്ളവർ സിഗരറ്റോ മറ്റ് പുകയില ഉൽപ്പന്നങ്ങളോ വിൽക്കുന്നതിന്മേലുള്ള നിരോധനം. സെക്ഷൻ 6. സെക്ഷൻ 5 പരസ്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. പുകയില പരസ്യങ്ങൾ പാടില്ല. സെക്ഷൻ 6 പറയുന്നത് 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഇത് വിൽക്കാൻ പാടില്ല. സെക്ഷൻ 24 പറയുന്നത് 18 വയസ്സിന് താഴെ പ്രായമുള്ളവർ പുകയില ഉൽപ്പന്നങ്ങൾ വിറ്റാൽ ലഭിക്കുന്ന ശിക്ഷ. അപ്പോൾ വിൽക്കാൻ പാടില്ല എന്ന് പറയുന്നത് സെക്ഷൻ 6ഉം വിറ്റാൽ ലഭിക്കുന്ന ശിക്ഷയെക്കുറിച്ച് പറയുന്നത് സെക്ഷൻ 24 ആണ്. പിഴ 200 രൂപ. 700 രൂപയാണ് അതിൻ്റെ പിഴ. 18 വയസ്സിന് താഴെ പ്രായമുള്ളവർക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് ശിക്ഷാർഹമാണെന്ന് 60x30 സെൻറ്റിമീറ്റർ വലിപ്പത്തിൽ ഇത്തരം കടകളിൽ പ്രദർശിപ്പിക്കണം. ഇത് ശിക്ഷാർഹമാണെന്ന് കാണിക്കുന്ന ഒരു പരസ്യം, അതായത് 18 വയസ്സിന് താഴെയുള്ളവർക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് ശിക്ഷാർഹമാണ്, പല ഷോപ്പുകളിലും അല്ലെങ്കിൽ പെട്ടിക്കടകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് നിർബന്ധമായിട്ടും പ്രദർശിപ്പിച്ചിരിക്കണം. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഇത് ചെയ്യാൻ പാടില്ലെന്ന് സ്റ്റിക്ക് ചെയ്ത് വെക്കണം, എഴുതി വെക്കണം. അത് എന്തിനാണ്? ബോധവൽക്കരണത്തിന് വേണ്ടി. ഈ സെക്ഷൻ 6B, സെക്ഷൻ 6Bയിൽ പറയുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സമീപമുള്ള പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നിരോധനം. എന്താണ്? സെക്ഷൻ 6B, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സമീപമുള്ള പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നിരോധനം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ 100 മീറ്റർ ചുറ്റളവിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്നു. അതായത് എന്താണ്? വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ചുറ്റളവിൽ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു ഇതിനെക്കുറിച്ചിട്ടൊക്കെ. അതായത് മദ്യം, ഇതൊക്കെ നമ്മൾ എവിടെയാണ് വിൽക്കാൻ പാടില്ലാത്തത്, അങ്ങ് വിൽക്കുന്നുണ്ടെങ്കിൽ തന്നെ എത്ര ഡിസ്റ്റൻസ് പാലിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ 100 മീറ്റർ ചുറ്റളവിൽ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ചുറ്റളവിൽ ഇത് പാടില്ല. ആ സെക്ഷനിൽ തന്നെ പറയുന്നു, 6Bയിൽ പറയുന്നു സിഗരറ്റും സിഗരറ്റ് ഇതര പുകയില ഉൽപ്പന്നങ്ങളും സ്ഥാപനത്തിൻ്റെ 100 മീറ്റർ ചുറ്റളവിൽ വിൽക്കുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്നു എന്ന് നിഷ്കർഷിക്കുന്ന ഒരു ഡിസ്പ്ലേ ബോർഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അതിർത്തി മതിലിന് പുറത്തായി സ്ഥാപിക്കണം. അപ്പോൾ അത് പാടില്ലെന്ന് മനസ്സിലാക്കിയിരിക്കണം, അല്ലെങ്കിൽ പാടില്ല, 100 മീറ്ററിനുള്ളിൽ ഇങ്ങനെയുള്ള ലഹരി ഉൽപ്പന്നം, അതായത് പുകയില വിൽക്കാൻ പാടില്ല. ഇനി അത് മാത്രമല്ല, അങ്ങനെ ഒരു ബോർഡും വെക്കണം. 200 മീറ്ററിനുള്ളിൽ ഇത് പാടില്ലെന്നുള്ള ബോർഡ് സ്കൂൾ കെട്ടിടത്തിന് പുറത്ത്, മതിൽക്കെട്ടിന് പുറത്ത് സ്ഥാപിക്കുകയും വേണം. സെക്ഷൻ 6 വ്യവസ്ഥകൾ ലംഘിക്കുന്നവർക്ക് നൽകുന്ന ശിക്ഷയെ പ്രതിപാദിച്ചിരിക്കുന്നു. സെക്ഷൻ 6 പറയുന്നത് ഇതിനെക്കുറിച്ചാണ്. 18 വയസ്സിന് താഴെയുള്ളവർ വിൽക്കാൻ പാടില്ല, ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ സെക്ഷൻ 6 വ്യവസ്ഥകൾ ലംഘിക്കുന്നവർക്ക് നൽകുന്ന ശിക്ഷയെക്കുറിച്ച് ഇതിൽ പറയുന്നുണ്ട്. സെക്ഷൻ 24 ഈ വ്യവസ്ഥകൾ ലംഘിക്കുന്നവരെ കുറിച്ച് പറയുന്നത്. സെക്ഷൻ 6 വ്യവസ്ഥകൾ ലംഘിക്കുന്നവർക്ക് നൽകുന്ന ശിക്ഷയെക്കുറിച്ച് പറയുന്നത് സെക്ഷൻ 24. ഇനി സെക്ഷൻ 7, കോഡ്പ സെക്ഷൻ 7, സിഗരറ്റിൻ്റെയോ മറ്റു പുകയില ഉൽപ്പന്നങ്ങളുടെയോ ഉൽപ്പാദനം, വിതരണം, കച്ചവടം, വാണിജ്യം എന്നിവയിലുള്ള നിയന്ത്രണം. അപ്പോൾ 5 പരസ്യവുമായി ബന്ധപ്പെട്ടത്, 6 ഏജ് 18 വയസ്സുമായി ബന്ധപ്പെട്ടത്. 6Bയിൽ പറയുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പരിസരത്ത് പാടില്ലെന്നൊക്കെ പറയുന്നത്. 7 പറയുന്നത് സിഗരറ്റിൻ്റെയും മറ്റ് ഉൽപ്പന്നങ്ങളുടെ, പുകയില ഉൽപ്പന്നങ്ങളുടെയോ ഉൽപ്പാദനം, വിതരണം, കച്ചവടം, വാണിജ്യം എന്നിവയുടെ മേലുള്ള നിയന്ത്രണങ്ങൾ.
നിർദ്ദിഷ്ട ലേബലോ മുന്നറിയിപ്പോ ചിത്രങ്ങളോ മാനദണ്ഡങ്ങളോ ഇല്ലാത്ത സിഗരറ്റ് പാക്കറ്റുകളുടെ ഉൽപ്പാദനം, വിതരണം എന്നിവ നേരിട്ടോ അല്ലാതെയോ ആരും തന്നെ ചെയ്യാൻ പാടില്ല. എന്താ പറയുന്നത്? നിർദ്ദിഷ്ട ലേബല്, മുന്നറിയിപ്പ്, ചിത്രങ്ങൾ ഇതൊന്നുമില്ലാത്ത സിഗരറ്റ് പാക്കറ്റുകളുടെ ഉൽപ്പാദനം. സിഗരറ്റ് പാക്കറ്റിൽ തന്നെ എഴുതിയിട്ടുണ്ടാവും സ്മോക്കിംഗ് ഇൻജൂറിയസ് ടു ഹെൽത്ത് എന്ന്. അപ്പോൾ അങ്ങനെയുള്ളതൊന്നും ഇല്ലാത്ത സിഗരറ്റ് പാക്കറ്റുകളുടെ വിതരണം തടയുക, അങ്ങനെ പാടില്ലെന്ന് പറയുന്നതാണ് സെക്ഷൻ 7. നിർദ്ദിഷ്ട അളവിൽ കൂടുതൽ നിക്കോട്ടിൻ, ടാർ എന്നിവ അടങ്ങിയ ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനവും വിതരണവും കുറ്റകരമാണ്. ഈ നിക്കോട്ടിൻ വിഷവസ്തു എന്ന് പറഞ്ഞാൽ നമ്മളെ നിക്കോട്ടിയാന എന്ന ചെടിയിലെ വിഷവസ്തുവാണ് എന്ത്? അതായത് പുകയിലയിലെ വിഷവസ്തുവാണ് നിക്കോട്ടിൻ. അതുപോലെ ടാർ, ഇതും രണ്ടും അടങ്ങിയ ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനവും വിതരണവും കുറ്റകരമാണെന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 7. നിർദ്ദിഷ്ട മാനദണ്ഡങ്ങളോ ലേബലോ മുന്നറിയിപ്പ് ചിത്രങ്ങളോ ഇല്ലാത്ത സിഗരറ്റോ പുകയില ഉൽപ്പന്നങ്ങളുടെയോ ഇറക്കുമതി കുറ്റകരമാണ്. അപ്പോൾ എന്താ പറഞ്ഞത്? നിർദ്ദിഷ്ട ലേബലോ മുന്നറിയിപ്പ് ചിത്രങ്ങളോ ഒന്നും ഇല്ലാത്ത അത് വിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. മാത്രമല്ല എന്താ, ഇറക്കുമതി ചെയ്യാൻ പോലും പാടില്ല, ഇറക്കുമതി പോലും പാടില്ല എന്ന് പറയുന്നതാണ് സെക്ഷൻ 7. അടുത്തത് സെക്ഷൻ 8. സിഗരറ്റുകളുടെയോ മറ്റേതെങ്കിലും പുകയില ഉൽപ്പന്നങ്ങളുടെയോ പാക്കറ്റിലെ നിർദ്ദിഷ്ട മുന്നറിയിപ്പ് എങ്ങനെയായിരിക്കണം, അതിനെക്കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ 8. നമ്മൾ നേരത്തെ പറഞ്ഞു സിഗരറ്റുകളുടെയും മറ്റ് പുകയില ഉൽപ്പന്നങ്ങളുടെയും ഒക്കെ പാക്കറ്റുകളിൽ, വിതരണവുമായി ബന്ധപ്പെട്ട പാക്കറ്റുകളിലൊക്കെ നിർദ്ദിഷ്ട വിവരങ്ങൾ അടങ്ങണമെന്ന് പറഞ്ഞു. ആ വിവരങ്ങൾ എങ്ങനെയായിരിക്കണം, ആ മുന്നറിയിപ്പുകൾ എങ്ങനെയായിരിക്കണം എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 8. മുന്നറിയിപ്പുകൾ വായിക്കാൻ കഴിയുന്ന തരത്തിൽ സ്പഷ്ടമായിരിക്കണം. മുന്നറിയിപ്പുകളുടെ നിറം, വലിപ്പം എന്നിവ നിർദ്ദിഷ്ട മാനദണ്ഡങ്ങൾക്കനുസരിച്ചായിരിക്കണം. ചിത്ര മുന്നറിയിപ്പുകൾ മാറ്റണം. എന്താ പറയുന്നത്? മുന്നറിയിപ്പുകൾ വായിക്കാൻ പറ്റണം, പെട്ടെന്ന് വായിക്കാൻ പറ്റുന്നതായിരിക്കണം. മുന്നറിയിപ്പുകളുടെ നിറം, വലിപ്പം എന്നിവ നിർദ്ദിഷ്ട മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ചായിരിക്കണം. സിഗരറ്റ് പാക്കറ്റുകളിലെ ലേബലുകളുമൊക്കെ വ്യക്തത ഉള്ളതായിരിക്കണം, നിയമാനുസൃതമായിരിക്കണം. ചിത്ര മുന്നറിയിപ്പുകൾ ഓരോ വർഷവും മാറ്റണം. അടുത്ത വർഷത്തേക്കുള്ളവ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ ഉപയോഗിക്കുന്നതുമായി താരതമ്യ പഠനം നടത്തിയിരിക്കണം. അതായത് ഓരോരോ മുന്നറിയിപ്പുകൾ നൽകിയിരിക്കണം എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 8. അതിൽ ചിത്ര മുന്നറിയിപ്പുകൾ ഓരോ വർഷം കൂടുന്തോറും മാറ്റണം, ഓരോ വർഷവും മാറ്റിക്കൊണ്ടേയിരിക്കണം, പുതിയത് ചിത്ര മുന്നറിയിപ്പുകൾ ഇട്ടുകൊണ്ടേ ഇരിക്കണം. അതിനെയൊക്കെ കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ 8. അപ്പോൾ ഓരോന്നും ഓർക്കുക, ഓരോ വേർഡ് ഓർത്താൽ മതി. 6 ഏജിൻ, ഏത് 18 വയസ്സിന് താഴെയുള്ളവർക്കെന്ന് പറയുന്നു തുടങ്ങുന്നു. 6B വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പരിസരവുമായി ബന്ധപ്പെട്ട്, സിഗരറ്റിൻ്റെയും മറ്റു പുകയിലകളുടെയും ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട് സെക്ഷൻ 7. സെക്ഷൻ 8 മുന്നറിയിപ്പുകളെക്കുറിച്ച്, ആ ലേബലിലൊക്കെ എന്താ മുന്നറിയിപ്പ് എന്താണ് നൽകേണ്ടത്. ഇനി സെക്ഷൻ 4 പൊതുസ്ഥലത്തെ പുകവലിയുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഓരോന്നിലും ഓരോരോ വേർഡുകളുണ്ട്, ആ വേർഡുകളാണ് നമ്മൾ ഓർത്ത് വയ്ക്കുക. അപ്പോൾ ആ ഒരു സെക്ഷൻ നമുക്ക് എളുപ്പത്തിൽ പഠിക്കാനായിട്ട് പറ്റും. അടുത്തത് സെക്ഷൻ 9. സിഗരറ്റുകളിലോ മറ്റേതെങ്കിലും പുകയില ഉൽപ്പന്നങ്ങളുടെയോ പാക്കേജുകളിലോ ലേബലുകളിലോ ഉപയോഗിക്കുന്ന ഭാഷയെപ്പറ്റി പ്രതിപാദിക്കുന്നു. എന്താണ് ഭാഷ? സെക്ഷൻ 9 എന്ന് പറഞ്ഞാൽ ഭാഷയാണെന്ന് ഓർത്താൽ മതി. എന്താണ് ഭാഷ? അതിലുപയോഗിക്കുന്ന ഭാഷ ഇംഗ്ലീഷിലോ ഇന്ത്യൻ ഭാഷകളിലോ ആയിരിക്കണം. 2 ഭാഷകൾ ഉണ്ടായിരിക്കണം. ഇന്ത്യൻ ഭാഷയും ഉണ്ടായിരിക്കണം, അതിന്മേൽ ഇംഗ്ലീഷ് ഭാഷയും ഉണ്ടായിരിക്കണം. വിദേശ ഭാഷകളിലുള്ള മുന്നറിയിപ്പുകൾക്കൊപ്പം ഇംഗ്ലീഷിലുള്ള മുന്നറിയിപ്പ് ഉണ്ടായിരിക്കണം. ഭാഗികമായി വിദേശ ഭാഷകളോ ഇംഗ്ലീഷ് ഭാഷകളോ മുന്നറിയിപ്പായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ എന്താണ്, നമുക്ക് ഏത് ഉൽപ്പന്നമായാലും ഡിഫറെൻറ്റ് ഭാഷ സംസാരിക്കുന്ന ഒരു രാജ്യമായതുകൊണ്ട് എന്താണ്, പെട്ടെന്ന് തിരിച്ചറിയുന്ന വലുപ്പത്തിൽ, തിരിച്ചറിയുന്ന നിറങ്ങളിൽ ഉപയോഗിക്കുന്ന ഭാഷയും വ്യക്തത ഉണ്ടായിരിക്കണം. ഇംഗ്ലീഷിലും വേണം, ഇന്ത്യൻ ഭാഷകളിലും അതിൽ എന്തുണ്ടായിരിക്കണം, അറിയിപ്പുകൾ ഉണ്ടായിരിക്കണം. അപ്പോൾ ലേബലിലും പാക്കറ്റുകളിലും ഒക്കെ ഉപയോഗിക്കുന്ന ഭാഷകൾ ഇംഗ്ലീഷ് ആയിരിക്കണം, ഇന്ത്യൻ ഭാഷയുമായിരിക്കണം. അതുപോലെ തന്നെ ഭാഗികമായി വിദേശ ഭാഷകളോ ഇംഗ്ലീഷ് ഭാഷകളോ മുന്നറിയിപ്പായിട്ട് ഉപയോഗിക്കുകയും ചെയ്യും. ഇനി സെക്ഷൻ 20. നിക്കോട്ടിൻ്റെയും ടാറിൻ്റെയും അളവുകളെയും മുന്നറിയിപ്പുകളെയും ഉള്ളടക്കത്തെയും സംബന്ധിച്ചും അവ നൽകിയില്ലെങ്കിൽ ലഭിക്കാവുന്ന ശിക്ഷകളെയും കുറിച്ച് പ്രതിപാദിക്കുന്നു. നിക്കോട്ടിൻ ടാറിൻ്റെ അളവ് എന്ന് വെച്ചാൽ ഒരു ഉൽപ്പന്നത്തിൽ നിക്കോട്ടിൻ ടാർ, അതിൻ്റെ അളവ് കൂടാൻ പാടില്ല. അതിനൊരു ഒരു കാൽക്കുലേഷൻ ഉണ്ടായിരിക്കണം. അതിൻ്റെ അളവ് എത്രയാണെന്നതിനെക്കുറിച്ചും
അതിനെക്കുറിച്ച് ഉള്ള ഡീറ്റെയിൽസ് നൽകിയില്ലെങ്കിൽ, ഇതിനകത്ത് ഇത്ര അടങ്ങിയിരിക്കുന്നു, നിക്കോട്ടിൻ ഇത്ര അടങ്ങിയിരിക്കുന്നു എന്നൊക്കെ ഉള്ള വിവരം നൽകേണ്ടതാണ്. അവ നൽകിയില്ലെങ്കിൽ ലഭിക്കാവുന്ന ശിക്ഷകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 20. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ശിക്ഷ? ആദ്യ കുറ്റസ്ഥാപനത്തിന്, ആദ്യം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ, പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ തടവ് 2 വർഷം, 2000 രൂപ പിഴ, അല്ലെങ്കിൽ ഇവ രണ്ടും. രണ്ടാമത് റിപ്പീറ്റ് ചെയ്താൽ 5 വർഷം വരെ തടവ്, 10000 രൂപ പിഴ. അപ്പോൾ എന്താ പറയുന്നത്? ഈ സെക്ഷൻ പ്രകാരം, സെക്ഷൻ 20 പ്രകാരം മുന്നറിയിപ്പും ഉള്ളടക്കത്തെയും സംബന്ധിച്ച്, നിക്കോട്ടിൻ്റെയും ടാറിൻ്റെയും അളവുകളെ സംബന്ധിച്ചുള്ള മുന്നറിയിപ്പുകൾ അതിലില്ലെങ്കിൽ ശിക്ഷ നൽകുന്ന വകുപ്പാണ് സെക്ഷൻ 20. ആദ്യം തെറ്റിച്ചാൽ 2 വർഷം തടവും 2000 രൂപ പിഴയും, അല്ലെങ്കിൽ ഇവ രണ്ടും. പിന്നെയും തെറ്റിച്ചാൽ 5 വർഷം വരെ തടവ്, 10000 രൂപ പിഴ. അടുത്തത്, പുകയില ഉൽപ്പന്നങ്ങളിൽ അടങ്ങിയിട്ടുള്ള നിക്കോട്ടിൻ, ടാർ എന്നിവയുടെ അളവ് രേഖപ്പെടുത്താത്ത ലേബലോടുകൂടിയ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് കുറ്റകരമാണ്. അപ്പോൾ ഉൽപ്പന്നങ്ങൾ വിൽക്കുമ്പോൾ അതിൽ ഇത്ര നിക്കോട്ടിൻ ഉണ്ട്, ഇത്ര ടാർ ഉണ്ടെന്ന് എഴുതിയിരിക്കണം. അങ്ങനെയല്ലാതെ വിൽക്കുന്നതെല്ലാം കുറ്റകരമാണ്. ആദ്യ തവണ ശിക്ഷ എത്ര ആയിരിക്കും? 1 വർഷം തടവ്, പിഴ 1000. രണ്ടാമത്തെ ശിക്ഷ തടവ് 2 വർഷം, പിഴ 3000. ഇതായിരിക്കും ശിക്ഷയായിട്ട് നൽകുന്നത്. കോട്ട്പ കേസുകൾ വാദിക്കുന്നത് ആരാണെന്ന് പറയുന്നത് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന് മുമ്പാകെയാണ് കോട്ട്പ കേസുകൾ വാദിക്കുക. കോട്ട്പ കേസിൻ്റെ പ്രത്യേകത എന്താണ്? ബെയിലബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ജാമ്യം ലഭിക്കാവുന്നതാണ്, ജാമ്യം ലഭിക്കാവുന്ന കുറ്റങ്ങളാണ്, ഒത്തുതീർപ്പാക്കാവുന്നതാണ്, വിചാരണ നിർബന്ധമല്ല, വിചാരണയിലേക്ക് എത്താൻ സാധ്യത കുറവുള്ള കേസുകളാണ്. ഇതൊക്കെയാണ് നമ്മൾ ഈ ഭാഗവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തു വയ്ക്കേണ്ടത്. അപ്പോൾ കോട്ട്പ എന്ന് പറഞ്ഞാൽ എന്താണ്? സിഗരറ്റ് ആൻഡ് അതർ ടുബാക്കോ പ്രൊഡക്ട്സ് ആക്ട്, ലോക ലഹരി വിരുദ്ധ ദിനം എന്നാണെന്ന് വർദ്ധിച്ചു. അതുപോലെ തന്നെ ഇതിൽ ഉൽപ്പാദിപ്പിക്കുന്ന ചെടി ഏതാണെന്ന് പറഞ്ഞു, നിക്കോട്ടിയാന. അതുപോലെ തന്നെ പുകവലി നിരോധനം ആദ്യം നടപ്പിലാക്കിയ സംസ്ഥാനം കേരളമാണെന്ന് പഠിച്ചു. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഫാക്ട്സുകളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക് യു.